ഹലോ, ഇത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലാ. ആ നിങ്ങൾ ഹോം ക്വാറന്റൈനിലല്ലേ? അതെ വീടിന്റെ മുകളിലത്തെ മുറിയിലല്ലേ താമസം? അതെ അതെ. ആ, ഒന്ന് പുറത്തേക്ക് വന്നേ. ആ ശരി. എപ്പോഴാ എത്തിയത്? ഇന്നലെ ഉച്ചക്ക്. ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. 14 ദിവസം പുറത്തിറങ്ങാനും പാടില്ല. ആ ശരി. ഓക്കെ. നിങ്ങളെ പേരെന്താ? രാജീവ്. മൊബൈൽ നമ്പർ? ഓ എൻ്റെയാ 9847 232351. അയാൾ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയണം. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 100. ആ ശരി, എന്നാൽ പിന്നെ കാണാം. ആ ഹലോ, ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ. ആ നിങ്ങൾ ക്വാറന്റൈനിലല്ലേ? ആ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ റൂമിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. അപ്പൊ ഓക്കെ. മോളെ, അമ്മയുടെ അമ്മ അപ്പുറത്തുണ്ട്. അച്ഛൻ ക്വാറന്റൈനിലല്ലേ, കാണാൻ പാടില്ലെന്നാ അമ്മ പറഞ്ഞേ. അമ്മ അങ്ങനെയൊക്കെ പറയും. മോളിക്ക് വന്നേ. ഉമ്മ. അച്ഛൻ ഇതൊന്ന് അപ്പുറത്തെ വിട്ട് കൊടുത്തിട്ട് വേഗം വരാം. ആ എന്തൊക്കെയുണ്ട് പറയത്തേട്ടാ? ആ ഇങ്ങനെ പോന്നു. ഇല്ല, 14 ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്നല്ലേ? ഓ എനിക്കൊന്നുമില്ലെന്നേ, അതങ്ങനെ കിടക്കും. ആ ഇത് കുറച്ച് തുണിയും സ്പ്രേകളും. ചായ എടുക്കട്ടെ? ആ നീയോ? ഇപ്പം വേണ്ടാന്ന്. ഒന്ന് ഏട്ടൻ്റെ അടുത്ത് പോണം, അമ്മയൊന്ന് കാണണം, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. എന്നാ പിന്നെ വൈകിട്ട് കാണാം. ഓ ശരി. ആ ഇനി അവനോട് കറങ്ങാനൊന്നും പോണ്ട. അതെങ്ങനെ ചേട്ടാ? ഇവിടെ വന്ന് പറഞ്ഞതല്ലേ? അല്ല ചേട്ടനല്ലേ വിളിച്ചു കയറ്റിയത്? കേറണ്ടെന്ന് എന്താ പറയാഞ്ഞേ? എടാ, നമ്മുടെ അച്ഛനും അവന്റെ അച്ഛനും വലിയ ചങ്ങാതിമാരായിരുന്നു. പോരാത്തതിന് അടുത്ത വീടും. എങ്ങനെയാ കേറണ്ടെന്ന് പറയാ? ഗിരീഷേട്ടോ, ഗിരീഷേട്ടോ. ആ എന്താ സേതു? അല്ല അനിയൻ വന്നു പറഞ്ഞു. ആ ക്വാറന്റൈൻ അല്ലേ? അതേപ്പാ, പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇവളാ പറഞ്ഞത്. അതെങ്ങനെ ഗിരീഷേട്ടാ? 14 ദിവസം കഴിഞ്ഞാലല്ലേ പുറത്തിറങ്ങാവൂ? കൊഴപ്പാന്നേ. ആരോഗ്യ പ്രവർത്തനം പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ചില്ലേ അറിയാലോ. അല്ല അതൊക്കെ ശരിയാ. അമ്മ ഇവിടെ കിടപ്പിലല്ലേ, കാണണ്ടെന്ന് എങ്ങനെയാ പറയാ? ഇതിപ്പോ കൊറോണയേക്കാൾ സൂയിപ്പായത് എന്നെ പോലുള്ള സ്വന്തക്കാരും ബന്ധുക്കാരുമാ. ഗിരീഷേട്ടാ, ഒരു കാര്യം അറിയോ? ഇനി നമ്മൾ ജീവിക്കേണ്ടത് ഈ വ്യാധിയുടെ കൂടെയാ. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ എന്നാ പിന്നെ കാണാൻ സേതു. രാജുവല്ലേ? പണ്ടേ അങ്ങനെയാ, പേടിച്ചോണ്ട്. കയ്യൊന്നും വേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ പരിശോധനയും കണ്ടില്ല അവര് വരുന്നത്. വലിയ കഷ്ടത്തിലാടോ, 2 മാസമായി പണിക്കെല്ലാം പോയിട്ട്. എല്ലാത്തിനും വിലക്കല്ലേ. ഇവിടെ ഒരു സർക്കാരുണ്ടല്ലോ, അവര് പറയുന്ന അനുസരിക്കണ്ടേ? നമ്മൾ പറയുന്ന അവര് കേൾക്കുന്നുണ്ടാ, പിന്നെന്തിനാ? ഈ ആരോഗ്യ പ്രവർത്തനമൊക്കെ ഒരു രക്ഷയില്ല. വിളിയോട് വിളിയാ. ഞാൻ വീട് വരെ പോയിട്ട് അമ്മേനൊന്ന് കണ്ടിട്ട് വേഗം വരാം. വാടാ, വേഗം പോയിട്ട് വരാം. വാ. അച്ഛാ, എന്ത് തീരുമാനിച്ചു? ടിവിയിൽ നിരന്തരം മുഖ്യമന്ത്രിയും മറ്റുള്ളവരും പറയുന്നത് നീ കാണുന്നില്ലേ? അവരും കാണുന്നുണ്ടാവില്ലേ? എന്നാലെങ്കിലും വരാതിരുന്നൂടെ? പഠിപ്പ് കഴിഞ്ഞാ എന്നെയും ഗൾഫിൽ കൊണ്ടാന്ന് പറഞ്ഞായിരുന്നു. വിഷയം കൊണ്ടുവരുന്നെന്നാ അമ്മ പറഞ്ഞേ. ഓ അങ്ങനെ പറഞ്ഞോ? ആളുകൾക്ക് വരാനും കഴിയുന്നു. മറ്റു സംസ്ഥാനമാകാൻ ചിലപ്പോൾ ആ മറ്റു സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരും. മറ്റു സംസ്ഥാനത്തിലേക്ക് പോയിട്ട് അവിടുന്ന് രോഗവും സംഭവിച്ചു വരും. രോഗം ഉണ്ട് എന്ന് വരുമ്പോൾ തന്നെ ബന്ധുവീടുകളിലേക്ക് പോകും. അത്
ബോധവൽക്കരണത്തിൻ്റെ കുറവല്ല, നേരത്തെ ആ പ്രദേശത്ത് കർശനമായ നിയന്ത്രണം ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായി ജാഗ്രത പുലർത്തി പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ പ്രാദേശികമായി അതത് സ്ഥലത്ത് ഇടപെടാൻ പറ്റുന്ന, അത് ജനങ്ങളുമായി സംവദിക്കാൻ പറ്റുന്ന പ്രാദേശിക ക്ഷമിക്കണം, ബന്ധങ്ങൾക്ക് വില നൽകാത്തതുകൊണ്ടല്ല, നമുക്കിതും അതിജീവിക്കണം. ഇത് തീരെ ശരിയായില്ല അച്ഛാ. അമ്മമ്മയെ കാണിക്കായിരുന്നു. ഇനി അമ്മമ്മയോട് എന്ത് പറയും? അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ അച്ഛനൊന്നും സാരമില്ല. എനിക്കൊരു ജോലി കിട്ടുന്ന പോലും അച്ഛന് ഇഷ്ടമല്ല, എനിക്കറിയാം. ഇങ്ങ് കയറിയത് അമ്മേനെ കാണാൻ മാത്രല്ല, ഇവനൊരു വിഷയം കൊണ്ടാവാൻ വന്നത്. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് എന്തൊക്കെയാ നഷ്ടമായത്? ഹലോ, ഗൾഫിൽ നിന്ന് ഓടിയെത്തിയത് കിടപ്പിലായ അമ്മയെ ഒരു നോക്ക് കാണാനാ. എത്ര വിഷമത്തോടെ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഒറ്റ കിടപ്പാ. നിങ്ങൾ അനിയനല്ലേ, ഇത്രക്ക് അഹങ്കാരം പാടില്ല. ഹലോ. ആ ഗിരീഷേട്ടാ, ഞാൻ സേതുവാ. എന്താ ചെയ്തു? നിങ്ങൾ എണീച്ചില്ല? നിങ്ങള് ടിവിയിൽ നോക്ക്. എന്താ? ഇന്ന് റിസൾട്ട് വന്ന ഒരാൾക്ക്, ഗൾഫിൽ നിന്ന് വന്ന ഒരാൾക്ക് പോസിറ്റീവ് ആണത്രേ. ഇപ്പൊ വന്നത് നിങ്ങൾ അനിയല്ലേ? അതെ, ഓൻ തന്നെ. നമ്മളും ഹോട്ട്സ്പോട്ടിലായിട്ടാ. ഗിരീഷേട്ടാ, കിടപ്പിലായ അമ്മക്കും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഗവൺമെന്റും പറയുന്നത് വെറുതെ അല്ല കേട്ടാ. അതനുസരിച്ച് തന്നെ ഗിരിയേട്ടാ, നിങ്ങൾക്ക് 100-ൽ 100 മാർക്കാ. മോളെ, മോളെ, മോളെ.
Ha ha ha!